ന്യൂജൻ ടീമിനുൾപ്പെടെ ഇനി രുചി വൈവിധ്യത നിറഞ്ഞ ചിക്കൻ ഉപയോഗിച്ചുള്ളതും അല്ലാത്തതുമായ ഭക്ഷണം തൃക്കരിപ്പൂർ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വിളമ്പും. തങ്കയമുക്കിലെ കുടുംബശ്രീ ഹട്ടിലാണ് ഫ്രൈഡ് ചിക്കൻ ഉൾപ്പെടെയുള്ള നിരവധി വിഭവങ്ങൾ ലഭിക്കുക. അൽഡ്രുബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ്, മാരിനേറ്റ്, കോട്ട് ആൻഡ് ഫ്രൈ ഇത്രയേ ഉള്ളൂ. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ഇനി നിങ്ങൾക്കും ഈസിയായി തയ്യാറാക്കാം. ട്രൈ ഇറ്റ് നൗ. ഹോട്ടലുകളിൽ നിന്നും തട്ടുകടകളിൽ നിന്നും കഴിക്കുന്ന മാംസവിഭവങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് ഇനി ധൈര്യമായി തൃക്കരിപ്പൂരിലെ കുടുംബശ്രീ മീറ്റ് പോയിന്റിൽ ഭക്ഷണം കഴിക്കാം. റോസ്റ്റഡ് ചിക്കൻ, പോപ്സ് റോസ്റ്റഡ്, ലെഗ് റോസ്റ്റഡ്, സ്ട്രിപ്പ് റോസ്റ്റഡ് തുടങ്ങിയവ ചിക്കൻ പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇതുകൂടാതെ കുട്ടികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നഗറ്റ്സ്, സീഖ് കബാബ്, സ്പൈസി കബാബ്, ഡാർജിലിംഗ് മോമോസ്, ചിക്കൻ 65, ലോലിപോപ്പ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. ഇറച്ചി വിഭവങ്ങൾ കൂടാതെ വെജിറ്റബിൾ നഗറ്റ്സ്, മീറ്റ് കട്ട്ലറ്റ് എന്നിവയും ഈ മീറ്റ് പോയിന്റിന്റെ മെനുവിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരള ചിക്കനുമായി ബന്ധപ്പെട്ടാണ് ചിക്കൻ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. രുചികൾ തേടിപ്പായുന്ന പുതുതലമുറയിലുള്ളവർക്കും മറ്റു പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന വിവിധ വിഭവങ്ങൾ കുടുംബശ്രീ മീറ്റ് പോയിന്റിൽ വിളമ്പും. ടേക്ക് എവേ കൗണ്ടറായതിനാൽ നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി പെട്ടെന്ന് ഭക്ഷണം വാങ്ങിപ്പോകാൻ സാധിക്കുന്നത് യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വലിയ ആശ്വാസമാകുമെന്നുറപ്പാണ്. ചിക്കൻ വിഭവങ്ങൾ മുതൽ വൈവിധ്യമാർന്ന സ്നാക്സുകൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മീറ്റ് പോയിന്റ് പ്രവർത്തിക്കുക. കാസർഗോഡ് ജില്ലയിലെ 3ാമത്തെ മീറ്റ് പോയിന്റാണ് തൃക്കരിപ്പൂരിൽ തുറന്നത്. കുടുംബശ്രീ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS തൃക്കരിപ്പൂർ തങ്കയമുക്കിൽ മീറ്റ് പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ 941 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ ഏകദേശം 1250ഓളം ഇതുപോലുള്ള മീറ്റ് പോയിന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. അത് നമ്മുടെ തന്നെ ചിക്കൻ, കേരള ചിക്കൻ കുറിച്ച് കേൾക്കാമെന്ന് അറിയില്ല. കേരള ചിക്കൻ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. കാരണം അതിൽ കേൾക്കാതെ ചിക്കൻ കാരണം അത് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. കാസർഗോഡ്, വയനാട്, ഇടുക്കി ജില്ല ഒഴിച്ച് 13 ജില്ലയിലായിരുന്നു കേരള ചിക്കൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കാസർഗോഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 മാസമായിട്ട് കാസർഗോഡ് കൂടി ജില്ലയിൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ DMC നിങ്ങളുടെ CDS ചെയർപേഴ്സന്മാരെയും ബന്ധപ്പെട്ടവരും സമീപിച്ചാൽ നമുക്ക് തൃക്കരിപ്പൂർ വേണമെങ്കിൽ ഫാമും ഔട്ട്ലെറ്റ്സും തുടങ്ങാം. നമുക്ക് നമ്മുടെ തന്നെ ചിക്കൻ, നമ്മൾ തന്നെ കൊടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഫീഡ്, നമ്മൾ കൊടുക്കുന്ന മരുന്നല്ലാണ്ട് മറ്റൊന്നും ഉപയോഗിക്കാത്ത നല്ല ചിക്കൻ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് 6-7 ഫാംസ് തുടങ്ങിയിട്ടുണ്ട്. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K. രതീഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D. ഹരിദാസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TS. നജീബ്, ഫാത്തിമത്ത് അഷ്രിഫ, M. K. പ്രസന്ന, പഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ്, KU. രാമദാസ്, MV. അനിത, K. സുനിത, VM. അനിത, കുടുംബശ്രീ CDS അധ്യക്ഷ M. മാലതി, ബ്ലോക്ക് കോർഡിനേറ്റർ K. ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.